യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നാണക്കേട് സ്വയം ബോധ്യപ്പെടേണ്ട അദ്ദേഹമാണ്. താൻ നേരത്തെ രാജ്യസഭ മെമ്പറായിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് ചില അവകാശങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രോട്ടോകോൾ മാനുവലിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ പ്രോട്ടോകോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയെല്ലാം വിഴിഞ്ഞമായിരുന്നാലും NH-66 ആയിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് ഏത് പ്രോഗ്രാമായിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ ട്രെയിനിൻ്റെ ഉദ്ഘാടനം എറണാകുളത്ത് ഇടിയും തള്ളലുമല്ലായിരുന്നു BJPയുടെ. ഇപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റുമായി ഏതെങ്കിലും തരത്തിൽ ഒരു അകന്ന ഒരു ബന്ധമുള്ള ചടങ്ങ് പോലും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഇടിയും തള്ളലും ഗുസ്തിയും കൊണ്ട് ഒരു നിവൃത്തിയില്ല. എല്ലാ BJP നേതാക്കന്മാരും കയറി വരികയാണ്. ഇത് പ്ലാൻ ചെയ്ത് നടത്തുന്ന പരിപാടിയാണ്.